ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഓംനി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നു മുതൽ കേരള ഫിനാൻഷ്യൽ കോഡ് സംബന്ധിച്ച ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. KSR പോലെ തന്നെ ഇതും പുസ്തകം ഉപയോഗിച്ചും, അതായത് വിത്ത് ബുക്സായി എഴുതാവുന്ന എക്സാമാണ്. KSRൽ നിന്നും വ്യത്യസ്തമായി താരതമ്യേന നമുക്ക് പരിചിതമല്ലാത്ത ധാരാളം കാര്യങ്ങൾ ഉൾപ്പെടുന്നതും വളരെ വിശാലമായ തരത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുമാണ് ഇത്. ഓംനി അക്കാഡമി നടത്തുന്ന ക്ലാസ്സുകൾ എല്ലാം തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളവയാണ്. അതിനാൽ തന്നെ എക്സാംസിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ ഒരുക്കുന്നത്. അതിനാൽ ഈ ക്ലാസ്സുകൾ വളരെ ശ്രദ്ധയോടെ പഠിച്ചാൽ മികച്ച വിജയം നേടാൻ സാധിക്കുമെന്ന കാര്യം ഞങ്ങൾ ഉറപ്പുതരുന്നു. ഏവർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുന്നു. അതുപോലെ മറ്റൊരു കാര്യം, ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്കറിയാവുന്നതുപോലെ കേരള സംസ്ഥാന രൂപീകരണത്തിന് മുൻപ് ഓരോ ഭാഗത്തും പ്രത്യേകമായ സാമ്പത്തിക വിനിയോഗ ചട്ടങ്ങൾ നിലവിലുണ്ടായിരുന്നു. തിരുവിതാംകൂറിൽ ട്രാവൻകൂർ ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ട് കോഡ്, ട്രാവൻകൂർ ട്രഷറി കോഡ് എന്നിവയും, മലബാർ ഭാഗത്ത് മദ്രാസ് ഫിനാൻഷ്യൽ കോഡ്, മദ്രാസ് അക്കൗണ്ട് കോഡ്, മദ്രാസ് ട്രഷറി കോഡ് എന്നിവയുമാണ് നിലനിന്നിരുന്നത്. പിന്നീട് ഇവ ഏകീകരിക്കണമെന്ന ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവ ക്രോഡീകരിച്ച് കേരള ഫിനാൻഷ്യൽ കോഡ്, കേരള അക്കൗണ്ട് കോഡ്, കേരള ട്രഷറി കോഡ് എന്നിങ്ങനെ 3 വോള്യങ്ങളാക്കുകയും ചെയ്തു. ഇതിൽ 1963 2 വോള്യങ്ങളായി കേരള ഫിനാൻഷ്യൽ കോഡ് നിലവിൽ വരുന്നത്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ വകുപ്പുകളും സാമ്പത്തിക കാര്യങ്ങളിൽ പിന്തുടരേണ്ട ജനറൽ ഫിനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ദ റൂൾസ് ഓഫ് പ്രൊസീജിയറും ആണ് 1-ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം വോള്യം 1-മായി ബന്ധപ്പെട്ട അപ്പൻഡിസസും ഫോംസും ആണ് വോള്യം 2-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ പണം സ്വീകരിക്കുകയും സൂക്ഷിക്കുകയും ചെലവ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ ഗവൺമെൻറ് ജീവനക്കാരും ഫിനാൻഷ്യൽ കോഡിലെ വ്യവസ്ഥകൾ നിർബന്ധമായും പാലിക്കണമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, 2 വോള്യങ്ങളായിട്ടാണ് ഫിനാൻഷ്യൽ കോഡ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. വോള്യം 1-ൽ ജനറൽ ഫിനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ദ റൂൾസ് ഓഫ് പ്രൊസീജിയറും വോള്യം 2-ൽ അപ്പൻഡിസസ് ആൻഡ് ഫോംസും ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ഡെഫിനിഷൻസ് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട നിരവധി ക്വസ്റ്റ്യൻസ് എക്സാംസിന് ചോദിക്കാറുണ്ട്. നമ്മളിവ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇവ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവ ഓരോന്നിനെക്കുറിച്ചും വരും ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായി പഠിക്കും. AG അഥവാ അക്കൗണ്ടൻറ്റ് ജനറൽ ആരാന്ന് നമുക്കറിയാം. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതിനും ആ അക്കൗണ്ടുകളെ സംബന്ധിച്ച ഓഡിറ്റ് നിർവഹിക്കുന്നതിനും നിയോഗിക്കപ്പെട്ട CAGയുടെ സബോർഡിനേറ്റായ ഒരു അക്കൗണ്ട് ഓഡിറ്റ് ഓഫീസിൻ്റെ തലവനായ ഉദ്യോഗസ്ഥനാണ് അക്കൗണ്ടൻറ്റ് ജനറൽ. അതായത് CAGയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാരുകളുടെ വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതും അതിൻ്റെ ഓഡിറ്റ് നടത്തുന്നതും അക്കൗണ്ടൻറ്റ് ജനറൽ ആണ്. ഇനി ഇന്ത്യൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണെന്ന് നോക്കാം. CAGയുടെ കീഴിലുള്ളതും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതിനും ഓഡിറ്റ് ചെയ്യുന്നതിനും നിയമിച്ചിട്ടുള്ളതുമായ ഓഫീസർമാരെയും എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയുമാണ് ഇന്ത്യൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ? ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് നീഡ്സ്, അതായത് ഭരണപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായ ഒരു സ്പെസിഫൈഡ് വർക്കുകളോ ഒരു നിശ്ചിത ചെലവിൽ നടപ്പിലാക്കുന്നതിനായി PWDക്ക്, അതായത് പൊതുമരാമത്ത് വകുപ്പിന് നൽകുന്ന നിർദ്ദേശത്തെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ അനുമതി നൽകുന്നത്. ഇതുപോലെ മറ്റൊരു ടേമാണ് ടെക്നിക്കൽ സാങ്ഷൻ. അതായത് PWD നടത്തേണ്ട ഒരു കൺസ്ട്രക്ഷൻ വർക്കിൻ്റെയോ റിപ്പയറിൻ്റെയോ, അതായത് നിർമ്മാണ പ്രവൃത്തിയുടെയോ അറ്റകുറ്റപ്പണിയുടെയോ കൃത്യവും വിശദവുമായ ഒരു എസ്റ്റിമേറ്റ് സാങ്ഷൻ ചെയ്തുകൊണ്ട് ഒരു കോമ്പീറ്റൻറ്റ് അതോറിറ്റി നൽകുന്ന ഉത്തരവാണ് ടെക്നിക്കൽ സാങ്ഷൻ. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവലും ടെക്നിക്കൽ സാങ്ഷനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കുക.
സർക്കാരിനു വേണ്ടി ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ ആദ്യ ഘട്ടമാണ് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ നൽകുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചിലവ് സംബന്ധിച്ച് ഗവൺമെൻറ് പരിശോധിക്കുകയും അംഗീകാരം നൽകുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം അതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയിലാണ് ടെക്നിക്കൽ സാങ്ഷൻ വരുന്നത്. അതായത് PWD ചെയ്യുന്ന വർക്കുകളിൽ പ്രസ്തുത വർക്ക് സംബന്ധിച്ച ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും അതിന് ബന്ധപ്പെട്ട അധികാരിയുടെ അംഗീകാരം വാങ്ങുകയും വേണം. ഈ അംഗീകാരത്തെയാണ് ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഗവൺമെൻറ് സെർവൻറ്റിൻ്റെ നിർവചനം എന്താണെന്ന് നോക്കാം. ശമ്പളം വാങ്ങിക്കൊണ്ടായാലും അല്ലെങ്കിലും ഗവൺമെൻറ് കാര്യവുമായി ബന്ധപ്പെട്ട് സേവനം നടത്തുന്ന വ്യക്തികളെയാണ് ഗവൺമെൻറ് സെർവൻ്റ് എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിന് വേണ്ടി പണം സ്വീകരിക്കുവാനോ സൂക്ഷിക്കുവാനോ ചെലവാക്കുവാനോ അധികാരപ്പെട്ട ഏതൊരു വ്യക്തിയും ഗവൺമെൻറ് സെർവൻ്റാണ്. ശ്രദ്ധിക്കുക, ശമ്പളം വാങ്ങിക്കൊണ്ടായാലും അല്ലെങ്കിലും ഗവൺമെൻറ് കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ നടത്തുന്നവരും എല്ലാം ഗവൺമെൻറ് ജീവനക്കാരാണ്. ഇതുപോലെ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു ടേമാണ് ഗവൺമെൻറ് അക്കൗണ്ട്. സ്റ്റേറ്റിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്സ് എന്നിവയുടെ ടോട്ടലാണ് ഗവൺമെൻറ് അക്കൗണ്ട് എന്നറിയപ്പെടുന്നത്. ഇതിൽ കൺസോളിഡേറ്റഡ് ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്സ് എന്നിവയെക്കുറിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 266 കണ്ടിജൻസി ഫണ്ടിനെ കുറിച്ച് ആർട്ടിക്കിൾ 267 പ്രതിപാദിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്സ് എന്നിവ ചേർന്നതാണ് ഗവൺമെൻറ് അക്കൗണ്ട്. ഗവൺമെൻറ് അക്കൗണ്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുമായി കൺഫ്യൂഷൻ വരുന്ന മറ്റൊരു ടേമാണ് റവന്യൂ ഓഫ് ദ സ്റ്റേറ്റ്. ഒരു ഗവൺമെൻറ് ജീവനക്കാരൻ ഗവൺമെൻറ്റിന് വേണ്ടി സ്വീകരിക്കുന്ന നികുതി വരുമാനം, സാധാരണ റവന്യൂ വരവുകൾ, വസ്തു വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം, കടം വാങ്ങൽ മുഖേന ലഭിക്കുന്ന വരുമാനം, ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി വ്യവസ്ഥയിലൂടെയോ പ്രത്യേക ഉത്തരവിൻ്റെയോ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്ന ബാങ്കിങ് അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് സ്വഭാവത്തിലുള്ള വരുമാനം എന്നിവയെല്ലാമാണ് റവന്യൂ ഓഫ് ദ സ്റ്റേറ്റ് എന്നതിൽ ഉൾപ്പെടുന്നത്. ഇനി കണ്ടിജൻറ്റ് ചാർജസ് അഥവാ കണ്ടിജൻസീസ് എന്താണെന്ന് നോക്കാം. ഒരു ഓഫീസ് പ്രവർത്തനത്തിനായി അത്യാവശ്യം വേണ്ടിവരുന്ന ഇൻസിഡൻ്റൽ എക്സ്പെൻഡിച്ചറിനെയാണ് കണ്ടിജൻറ്റ് ചാർജുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഓഫീസ് നടത്തിപ്പിനിടയിൽ ആകസ്മികമായി ചിലവുകൾ ഉണ്ടാകാറുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ചിലവുകളെയാണ് കണ്ടിജൻറ്റ് ചാർജസ് എന്ന് പറയുന്നത്. സർവീസ് പോസ്റ്റേജ്, ടെലഗ്രാം ചാർജുകൾ, ക്ലീനിങ് ചാർജുകൾ, ഫർണിച്ചർ, ബുക്കുകൾ എന്നിവയ്ക്കുള്ള ചിലവുകൾ ഇവയെല്ലാം കണ്ടിജൻസീസ് ആണ്. ഫിനാൻഷ്യൽ ഇയർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഏപ്രിൽ 1 ആരംഭിച്ച് മാർച്ച് 31 അവസാനിക്കുന്ന വർഷമാണ് ഫിനാൻഷ്യൽ ഇയർ. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം ഏപ്രിൽ 1 ആരംഭിക്കുകയും തൊട്ടടുത്ത മാർച്ച് 31 അവസാനിക്കുകയും ചെയ്യുമെന്ന് പ്രത്യേകം ഓർക്കുക. ലോക്കൽ ബോഡി എന്താണെന്ന് നമ്മൾ KSRലും പഠിച്ചതാണ്. എന്നാലും ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഡിസ്ട്രിക്ട് ബോർഡ്, മുനിസിപ്പൽ കൗൺസിൽ, സിറ്റി കോർപ്പറേഷൻ, പഞ്ചായത്ത് ഇവയാണ് ലോക്കൽ ബോഡി എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ലോക്കൽ ബോഡി അല്ലാത്തതേത് എന്ന് എക്സാംസിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഫിനാൻഷ്യൽ കോഡിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് കൺട്രോളിംഗ് ഓഫീസർ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വകുപ്പിലെ സബോർഡിനേറ്റ് ഓഫീസർമാർ നടത്തുന്ന ചെലവുകളെയോ റവന്യൂ കളക്ഷനെയോ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റൽ തലവനെയോ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസറെയോ ആണ് കൺട്രോളിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. കൺട്രോളിംഗ് ഓഫീസറുമായി കൺഫ്യൂഷൻ തോന്നുന്ന മറ്റൊരു ടേമാണ് ഇൻസ്പെക്ടിംഗ് ഓഫീസർ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ടൂറിംഗ് ഉൾപ്പെടെയുള്ള പ്രത്യേക ഇൻസ്പെക്ഷൻ ചുമതലകൾ നിർവഹിക്കുന്നതിനായി നിയമിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ് ടൂറിംഗ് ഓഫീസറെയാണ് ഇൻസ്പെക്ടിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. അതുപോലെ ഏതെങ്കിലും ഓഫീസിൽ പരിശോധന നടത്തുന്നതിന് പ്രത്യേകമായി അധികാരപ്പെടുത്തിയിട്ടുള്ള ഒരു ഓഫീസറിനെയും ഇൻസ്പെക്ടിംഗ് ഓഫീസർ എന്ന് പറയാം. ഡിസ്പേഴ്സിംഗ് ഓഫീസർ എന്താണെന്ന് നമുക്കറിയാം. ഇനി ഫിനാൻഷ്യൽ കോഡ് പ്രകാരം അതിനുള്ള നിർവചനം എന്താണെന്ന് നമുക്ക് നോക്കാം. ബില്ലിന്മേലോ
ചെക്കിന്മേലോ ട്രഷറിയിൽ നിന്നും പണം പിൻവലിക്കുന്ന ഒരു ഗവൺമെൻറ് ജീവനക്കാരനെയാണ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. എന്നാൽ ഓഫീസ് ഹെഡ് അല്ലാത്തതും തൻ്റെ മാത്രം ശമ്പളവും അലവൻസുകളും ട്രഷറിയിൽ നിന്നും പിൻവലിക്കുന്ന ഉദ്യോഗസ്ഥനെ ഡിസ്ബേഴ്സിംഗ് ഓഫീസർ എന്ന് പറയില്ല. അതായത് ഒരു ഓഫീസിലെ ജീവനക്കാരുടെ ശമ്പളവും അലവൻസുകളും മറ്റും പിൻവലിക്കുന്നതും ഒരു ഓഫീസിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾക്ക് നൽകേണ്ടതായ ഫണ്ട് വിതരണം ചെയ്യുന്നതുമെല്ലാം ഡിസ്ബേഴ്സിംഗ് ഓഫീസറാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ട്രഷറി ഓഫീസർ. ഒരു ട്രഷറിയുടെ എക്സിക്യൂട്ടീവ് ചാർജുള്ള ഓഫീസറെയാണ് ട്രഷറി ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൺട്രോളിംഗ് ഓഫീസർ, ഇൻസ്പെക്ടിംഗ് ഓഫീസർ, ഡിസ്പേഴ്സിംഗ് ഓഫീസർ എന്നിങ്ങനെ സമാനമായുള്ള ടേംസ് പഠിച്ചു. ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക. ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട വേർഡാണ് അപ്രോപ്രിയേഷൻ അഥവാ വിനിയോഗം എന്നുള്ളത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു പ്രോജക്റ്റ് അഥവാ വർക്ക് സംബന്ധിച്ച് ബജറ്റിലൂടെയാണ് ഫണ്ട് അനുവദിക്കുന്നതെന്ന് നമുക്കറിയാം. ഇങ്ങനെ ഒരു പ്രത്യേക ആവശ്യത്തിനായി ബജറ്റ് എസ്റ്റിമേറ്റിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള തുകയാണ് അപ്രോപ്രിയേഷൻ. അതുപോലെ ഒരു പ്രത്യേക അപ്രോപ്രിയേഷനെ ഏറ്റവും ചെറിയ ഏത് അക്കൗണ്ട് ഹെഡിലാണോ ഗവൺമെൻറ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ അക്കൗണ്ട് ഹെഡിനെയാണ് യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. ഇനി റീ അപ്രോപ്രിയേഷൻ എന്താണെന്ന് നോക്കാം. ഒരു അപ്രോപ്രിയേഷനിൽ പ്രതീക്ഷിക്കുന്ന അധിക ചെലവ് വഹിക്കുന്നതിനായി മറ്റൊരു അപ്രോപ്രിയേഷൻ്റെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് പുനർവിനിയോഗം അഥവാ റീ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു പദമാണ് സ്റ്റോഴ്സ്. അതായത് പബ്ലിക് സർവീസിൻ്റെ ആവശ്യത്തിലേക്കായി ഒരു ഗവൺമെൻറ് ജീവനക്കാരൻ്റെ കയ്യിലെത്തുന്ന എല്ലാ വസ്തുക്കളെയും സ്റ്റോർ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ക്യാഷ്, ഡോക്യുമെൻറ്റ്സ് എന്നിവ സ്റ്റോറിൻ്റെ നിർവചനത്തിൽ പെടുന്നതല്ല. സ്റ്റോഴ്സിനെ കുറിച്ച് വരും ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായി പഠിക്കുന്നതാണ്. അടുത്ത് നമുക്ക് മിസലേനിയസ് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം. ശമ്പളം, അലവൻസുകൾ, കണ്ടിജൻസീസ്, വർക്കുകൾ എന്നിവ ഒഴികെ എല്ലാ ചെലവുകളെയും മിസലേനിയസ് എക്സ്പെൻഡിച്ചർ അഥവാ പലവക ചിലവുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്യാഷ് ഓർഡർ എന്താണെന്ന് നോക്കാം. ഒരു ഗവൺമെൻറ് അക്കൗണ്ടിന്മേലോ ഒരു നിർദ്ദിഷ്ട വ്യക്തിക്ക് നിർദ്ദിഷ്ട തുക ഏതെങ്കിലും അംഗീകൃത ആവശ്യത്തിനു വേണ്ടിയോ നൽകുന്നതിന് ഒരു ട്രഷറി ഓഫീസർ ആ ജില്ലയിലെ തന്നെ സബ് ട്രഷറിക്ക് നൽകുന്ന നിർദ്ദേശമാണ് ക്യാഷ് ഓർഡർ. അതായത് ഒരു ഗവൺമെൻറ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റിനായി നൽകുന്ന നിർദ്ദേശത്തെയാണ് ക്യാഷ് ഓർഡർ എന്ന് പറയുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ടേമാണ് സെൻറ്റേജ് ചാർജസ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഗവൺമെൻറ് മറ്റൊരു ഗവൺമെൻറ്റിന് വേണ്ടിയോ ഒരു ലോക്കൽ ബോഡിക്ക് വേണ്ടിയോ ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയോ ഒരു വർക്ക് ചെയ്യുമ്പോൾ ബന്ധപ്പെട്ട കക്ഷിയിൽ നിന്നും വർക്കിൻ്റെ മൂല്യത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ചാർജ് ഈടാക്കാറുണ്ട്. പ്രസ്തുത വർക്കുമായി ബന്ധപ്പെട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഉപകരണങ്ങൾ, പ്ലാന്റുകൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള ചിലവിനത്തിലാണ് ഇത് ഈടാക്കുന്നത്. ഇങ്ങനെ ചെയ്ത വർക്കിൻ്റെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശതമാന നിരക്കിൽ കണക്കാക്കി ഈടാക്കുന്ന ചാർജുകളെയാണ് സെൻറ്റേജ് ചാർജസ് എന്ന് പറയുന്നത്. നിരവധി എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ടേമാണ് ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് അഥവാ ബുക്ക് ട്രാൻസ്ഫർ. ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഇടപാടുകളെയോ അക്കൗണ്ടുകളിലെ എൻട്രികളിൽ വരുത്തിയിട്ടുള്ള തെറ്റുകൾ തിരുത്തുന്നതിനെയോ ആണ് ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് അഥവാ ബുക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ പണം കൈമാറാതെ തന്നെ അക്കൗണ്ടുകളിൽ നടത്തുന്ന എൻട്രികളാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നിരവധി വ്യക്തികൾ സർക്കാരുമായി കരാറിലേർപ്പെട്ട് കോൺട്രാക്റ്റ് വർക്കുകൾ ചെയ്യാറുണ്ട് എന്ന് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് റണ്ണിങ് അക്കൗണ്ട്. അതെന്താണെന്ന് പറയാം. ഒരു ഫൈനൽ സെറ്റിൽമെൻറ്റിന് വിധേയമായി സൗകര്യപ്രദമായ ഇടവേളകളിൽ ഒരു കരാറുകാരൻ നടത്തിയിട്ടുള്ള വർക്കിനോ സപ്ലൈകൾക്കോ ഉള്ള പേയ്മെൻറ്റ് സംബന്ധിച്ച് അയാളുടെ പക്കലുള്ള ഒരു അക്കൗണ്ടിനെയാണ് റണ്ണിങ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു കോൺട്രാക്ടർക്ക് പല തവണകളായിട്ടായിരിക്കും ചിലപ്പോൾ തുക കൈമാറുന്നത്. ഇതിനു വേണ്ടിയാണ് റണ്ണിങ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് ഫൈനൽ പേയ്മെൻറ്റ്. അതായത്
ഒരു കരാർ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഒരു കരാറുകാരന് തൻ്റെ കരാറുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ സെറ്റിൽമെൻറ്റ് എന്ന നിലയിൽ അയാളുടെ റണ്ണിംഗ് അക്കൗണ്ടിൽ മേലുള്ള അവസാന പേയ്മെൻറ്റിനെയാണ് ഫൈനൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആൻഡ് ഫൈനൽ പേയ്മെൻറ്റ് എന്തെന്നാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. ഒരു കോൺട്രാക്റ്റ് തൻ്റെ കരാർ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കരാറുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിൻ്റെ ഫുൾ സെറ്റിൽമെൻറ്റ് എന്ന നിലയിൽ അയാൾക്ക് നൽകുന്ന സിംഗിൾ പേയ്മെൻറ്റിനെയാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫൈനൽ പേയ്മെൻറ്റും ഫസ്റ്റ് ആൻഡ് ഫൈനൽ പേയ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് മനസ്സിലാക്കിയിരിക്കുക. തവണകളായി പേയ്മെൻറ്റ് നൽകിയ ശേഷം വർക്ക് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അവസാന സെറ്റിൽമെൻറ്റ് എന്ന നിലയിൽ നൽകുന്നതാണ് ഫൈനൽ പേയ്മെൻറ്റ്. എന്നാൽ കരാർ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് കരാർ പ്രകാരമുള്ള തുക ഒറ്റത്തവണയായി നൽകുന്നതാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ പേയ്മെൻറ്റ്. അതുപോലെ വർക്കുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് കംപ്ലീഷൻ. ഒരു വർക്കുമായി ബന്ധപ്പെട്ട് കംപ്ലീഷൻ എന്ന് പറയുന്നത് ആ വർക്ക് പൂർത്തീകരിച്ചു എന്നോ ഉപേക്ഷിച്ചു എന്നോ ഉള്ള അർത്ഥത്തിലാണ് എന്ന് മനസ്സിലാക്കുക. അതായത് കംപ്ലീഷൻ എന്ന് കേൾക്കുമ്പോൾ വർക്ക് പൂർത്തീകരിച്ചു എന്ന് മാത്രം നമ്മൾ കരുതാൻ പാടില്ല. ഒന്നുകിൽ അത് പൂർത്തീകരിച്ചു എന്നോ അല്ലെങ്കിൽ ആ വർക്ക് ഉപേക്ഷിച്ചു എന്നോ ആണ് മനസ്സിലാക്കേണ്ടത്. ഇനി പതിവ് പോലെ നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ പാഠഭാഗം എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Kerala Contingency Fund Act was passed in the year Option A 1971, Option B 1950, Option C 1957 and Option D 1961. Answer Option C 1957. Next question. Assignment of funds by the legislature to meet specified expenditure is dash. Option A distribution, Option B grant in aid, Option C appropriation and Option D supplementary demand. അതായത് ഒരു പ്രത്യേക കാര്യത്തിന് ചിലവാക്കാനായി നിയമസഭ അനുവദിക്കുന്ന ഫണ്ടിനെ പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ സി അപ്രോപ്രിയേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഹാസ് ബീൻ ക്രിയേറ്റഡ് അണ്ടർ ആർട്ടിക്കിൾ 267(2) of the Constitution. A. Vote on account, Option B consolidated fund, Option C contingency fund and Option D public account. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 267 പ്രകാരം രൂപീകരിച്ചിരിക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ എന്തെന്നാണ് ചോദ്യം. ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ സി കണ്ടിജൻസി ഫണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An amount placed at the disposal of governor to meet the unforeseen and unavoidable expenditure pending authorization of the legislature. Option A consolidated fund, Option B public account, Option C contingency fund and Option D none of the above. അതായത് ഒഴിവാക്കാൻ ആകാത്തതും മുൻകൂട്ടി ഫണ്ട് അനുവദിക്കാനാകാത്തതുമായ കാര്യങ്ങൾക്കായി ചിലവഴിക്കുന്നതിന് വേണ്ടി ഗവർണറുടെ അധീനതയിലുള്ള ഫണ്ടിനെ എന്തെന്ന് അറിയപ്പെടുമെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി കണ്ടിജൻസി ഫണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഹാസ് ഇൻകേർഡ് ബറിയൽ ഓർ ക്രിമേഷൻ ചാർജസ് ഫോർ ആൻ അൺക്ലെയിംഡ് ബോഡി. The expenditure on account this may be made from Option A Hospital Contingent Fund, Option B Hospital Building Fund, Option C District Collector Fund and Option D പഞ്ചായത്ത് ഫണ്ട്. ഒരു ഹോസ്പിറ്റലിൽ ഒരു അജ്ഞാത ശവശരീരം സംസ്കരിക്കേണ്ടതായി വന്നാൽ അതിനുള്ള ഫണ്ട് എന്തിൽ നിന്നും കണ്ടെത്തുമെന്നാണ് ചോദ്യം. ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ എ ഹോസ്പിറ്റൽ കണ്ടിജന്റ് ഫണ്ട്. Next question. The government accounts may be Option A consolidated fund, Option B contingency fund, Option C public account and Option D all of the above. ഇതിൻ്റെ ആൻസർ നമുക്കറിയാം. അതായത് ഗവൺമെൻറ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ടും കണ്ടിജൻസി ഫണ്ടും പബ്ലിക് അക്കൗണ്ടും ചേർന്നതാണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി all of the above. Next question. Amount provided in the budget estimates
for a unit of appropriation or the part of that amount placed at the disposal of a disbursing officer is called option A detailed estimate, option B appropriation, option C revised estimate and option D reappropriation. അതായത് ഒരു ഡിസ്ബേഴ്സിംഗ് ഓഫീസറിന് ഉപയോഗിക്കാവുന്ന തരത്തിൽ ഒരു പ്രത്യേക കാര്യത്തിനായി ബജറ്റിൽ നീക്കിവയ്ക്കുന്ന തുകയെ എന്തു പറയും എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി അപ്രോപ്രിയേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഡ്യൂട്ടി ഓഫ് ഈച്ച് പർച്ചേസിംഗ് ഓഫീസർ to see that funds are available for meeting the expenditure in respect of purchase of stores and dash is secured before proceeding to make purchase. Option A administrative sanction, option B financial sanction, option C purchase sanction and option D technical sanction. പർച്ചേസ് നടത്തും മുൻപ് പർച്ചേസിന് ആവശ്യമായ ഫണ്ടിനോടൊപ്പം ആ പർച്ചേസിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം പർച്ചേസിംഗ് ഓഫീസർ ഉറപ്പുവരുത്തേണ്ടതാണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേജ് ഓഫ് എ ഡെയിലി ലേബർ എൻഗേജ്ഡ് ഫോർ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സിക്യൂഷൻ ഓഫ് വർക്ക് ഷോൾ ബി ഡ്രോൺ ഓൺ ഓപ്ഷൻ എ കണ്ടിജൻറ്റ് ബിൽ, ഓപ്ഷൻ ബി മസ്റ്റർ റോൾ, ഓപ്ഷൻ സി പേ ബിൽ ആൻഡ് ഓപ്ഷൻ ഡി മിസലേനിയസ് ബിൽ. സർക്കാരിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ദിവസവേതന ജീവനക്കാരൻ്റെ ശമ്പളം പിൻവലിക്കുന്നത് മസ്റ്റർ റോൾ മുഖാന്തരമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി മസ്റ്റർ റോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗവൺമെൻറ് ഓഫീസർ authorized to draw money and make payments on behalf of the state government is called option A gazetted officer, option B district officer, option C accounts officer and option D disbursing officer. സർക്കാരിനു വേണ്ടി തുക പിൻവലിക്കുകയും പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ഡിസ്ബേഴ്സിംഗ് ഓഫീസർ. Next question. Dash means assignment of funds by the legislature to meet specified expenditure. Option A budget, option B appropriation, option C charge expenditure and option D voted expenditure. ഒരു പ്രത്യേക കാര്യത്തിനായി സർക്കാർ അതായത് ലെജിസ്ലേച്ചർ അനുവദിക്കുന്ന ഫണ്ട് ഏതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി അപ്രോപ്രിയേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. One of the items noted below is not classifiable under contingent charges of an office. Identify it. Option A electricity charges, option B washing allowance paid to last grade employees, option C water charges, option D wages of part-time contingent employees. താഴെ തന്നിരിക്കുന്നവയിൽ കണ്ടിജൻറ്റ് ചാർജിൻ്റെ വിഭാഗത്തിൽ വരാത്തത് ഏതെന്നാണ് ചോദ്യം. ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ ബി വാഷിംഗ് അലവൻസ് പെയ്ഡ് ടു ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റണ്ണിംഗ് അക്കൗണ്ട് ഇൻ ദ വർക്ക് എക്സ്പെൻഡിച്ചർ മീൻസ് ഓപ്ഷൻ എ കണ്ടിന്യൂസ് അക്കൗണ്ട്, ഓപ്ഷൻ ബി അഡ്ഹോക് പാർട്ട് പേയ്മെൻറ്റ് മെയ്ഡ് ടു കോൺട്രാക്ടേഴ്സ്, ഓപ്ഷൻ സി ആൻ അക്കൗണ്ട് വിത്ത് എ കോൺട്രാക്ടർ ഓൺ വിച്ച് പേയ്മെൻറ്റ് ഫോർ വർക്ക് ഓർ സപ്ലൈസ് മെയ്ഡ് is made to him at convenient intervals subject to final settlement. Option D part payment made for workers before measurement are taken. ഒരു വർക്കിൻ്റെ കാര്യത്തിൽ റണ്ണിംഗ് അക്കൗണ്ട് എന്താണെന്നാണ് ചോദ്യം. അത് നമ്മൾ പഠിച്ചതാണ്. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മീൻസ് ഓപ്ഷൻ എ അഡ്ജസ്റ്റ്മെൻറ്റ് മെയ്ഡ് വിത്ത് books of accounts maintained by AG, option B posting of transactions in the books of accounts that is cash, store, etc., option C plus or minus entries made under the head of account and option D a transaction between different department of government or a correction in the entries already made in the account. ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ നടത്തുന്ന യഥാർത്ഥത്തിൽ ഫണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാതെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളെയോ അക്കൗണ്ട് എൻട്രികളിലെ ഇററുകൾ തിരുത്തുന്നതിനെയോ ആണ് ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതെന്ന് നമ്മൾ പഠിച്ചു. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The chief officer in charge of revenue administration of a district is
ഓപ്ഷൻ എ കളക്ടർ, ഓപ്ഷൻ ബി റവന്യൂ ഡിവിഷണൽ ഓഫീസർ, ഓപ്ഷൻ സി ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദം. ഒരു ജില്ലയിലെ റവന്യൂ ഭരണത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ആര് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ കളക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് from one unit of appropriation to another. Such unit is known as option A supplementary grant, option B reappropriation, option C resumption of fund, option D none of the above. അപ്രോപ്രിയേഷൻ്റെ ഒരു യൂണിറ്റിൽ നിന്നും മറ്റൊന്നിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ എന്തെന്ന് പറയുമെന്നാണ് ചോദ്യം. അത് റീഅപ്രോപ്രിയേഷൻ ആണെന്ന് നമുക്കറിയാം. ഓപ്ഷൻ ബി റീഅപ്രോപ്രിയേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the controller and auditor general is appointed by option A union cabinet, option B ministry of finance, option C president of India and option D parliament. അപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റ് ആണെന്ന് നമുക്കറിയാം. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എക്സ്പെൻഡിച്ചർ അതർ ദാൻ ദാറ്റ് ഫാളിംഗ് അണ്ടർ പേ ആൻഡ് അലവൻസസ് contingencies and work is called option A miscellaneous expenditure, option B recurring expenditure, option C revenue expenditure and option D capital expenditure. അതായത് പേ, അലവൻസ്, കണ്ടിജൻസീസ്, വർക്ക് ഇവയൊന്നും അല്ലാതെയുള്ള ചിലവുകളെ എന്തു പറയുമെന്ന് നമ്മൾ പഠിച്ചു. അവയെ മിസല്ലേനിയസ് എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ മിസല്ലേനിയസ് എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the first volume of Kerala Financial Code contains the text of the code and the second, option A annexure and the forms, option B appendices and the forms, option C forms only and option D appendices only. കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ സെക്കൻഡ് വോളിയം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ അപ്പൻഡിസസും ഫോംസും ആണ് ഉൾപ്പെടുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി അപ്പൻഡിസസ് ആൻഡ് ഫോംസ്. Next question, the financial code mainly contains rules relating to all financial transaction of government which falls into option A 2 broad classes, option B 3 broad classes, option C 4 broad classes and option D 5 broad classes. ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേരള ഫിനാൻഷ്യൽ കോഡ് പ്രധാനമായും എത്ര ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ എ 2 ബ്രോഡ് ക്ലാസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഗവൺമെൻറ് എക്സിക്യൂട്ട്സ് വർക്ക്സ് ഫോർ അനദർ ഗവൺമെൻറ് ഓർ ലോക്കൽ ബോഡി ഓർ പ്രൈവറ്റ് പാർട്ടി, ഡേഷ് ഈസ് റിക്കവേർഡ്. ഓപ്ഷൻ എ സെൻറ്റേജ് ചാർജ്, ഓപ്ഷൻ ബി സർവീസ് ചാർജ്, ഓപ്ഷൻ സി അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് ആൻഡ് ഓപ്ഷൻ ഡി ഡെവലപ്മെൻറ്റൽ സെസ്. വേറൊരു ഗവൺമെൻറ്റിന് വേണ്ടിയോ ലോക്കൽ ബോഡിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടിക്ക് വേണ്ടിയോ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഗവൺമെൻറ് എന്ത് ഈടാക്കുമെന്നാണ് ചോദ്യം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൻറ്റേജ് ചാർജ് ഈടാക്കും. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ സെൻറ്റേജ് ചാർജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനി പേഴ്സൺ സെർവിങ് ഇൻ കണക്ഷൻ വിത്ത് അഫയേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ സ്റ്റേറ്റ് പേഴ്സൺ, ഓപ്ഷൻ ബി എക്സ് സർവീസ്മാൻ, ഓപ്ഷൻ സി ഗവൺമെൻറ് സർവൻറ്റ് and option D people servant. Here the answer option C government servant. Next question, dash means the documents required in connection with the giving out of a work on contract. Option A centage charges, option B security deposit, option C contract documents and option D earnest money deposit. കരാർ അടിസ്ഥാനത്തിൽ ഒരു വർക്ക് നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന കോൺട്രാക്ട് ഡോക്യുമെൻ്റ് ഉണ്ടാകുമെന്ന് നമുക്കറിയാം. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി കോൺട്രാക്ട് ഡോക്യുമെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീഷൻ ഇൻ റിലേഷൻ ടു എ വർക്ക് മീൻസ് ഓപ്ഷൻ എ ഫിനിഷിംഗ് ഓഫ് ദ വർക്ക്, ഓപ്ഷൻ ബി അബാൻമെൻറ്റ് ഓഫ് ദ വർക്ക്, ഓപ്ഷൻ സി ഫിനിഷിംഗ് ഓർ അബാൻമെൻറ്റ് ഓഫ് ദ വർക്ക് ആൻഡ് ഓപ്ഷൻ ഡി ആൾ ഓഫ് ദ എബോവ്. ഒരു വർക്കിനെ സംബന്ധിച്ച് കംപ്ലീഷൻ എന്ന് പറയുന്നത് ഫിനിഷിംഗ് ഓർ അബാൻമെൻറ്റ് ഓഫ് ദ വർക്ക് എന്ന് നമ്മൾ പഠിച്ചു. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ ലോക്കൽ ഫണ്ട്. ഓപ്ഷൻ എ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വർക്കിംഗ് ഫണ്ട്, ഓപ്ഷൻ ബി ഡിസ്ട്രിക്ട് ഫണ്ട്സ്, ഓപ്ഷൻ സി മുനിസിപ്പൽ ഫണ്ട്സ്, ഓപ്ഷൻ ഡി സിങ്കിങ് ഫണ്ട്.
താഴെ തന്നിരിക്കുന്നവയിൽ ലോക്കൽ ഫണ്ട് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. സിങ്കിങ് ഫണ്ടാണ് ലോക്കൽ ഫണ്ട് അല്ലാത്തത്. കാരണം ബാക്കി മൂന്നും ലോക്കൽ ഫണ്ടാണെന്ന് നമുക്കറിയാം. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി, സിങ്കിങ് ഫണ്ട്. Next question, which of the following is a local body? Option A, survey department. Option B, taluk office. Option C, local fund audit. And option D, പഞ്ചായത്ത്. താഴെ തന്നിരിക്കുന്നവയിൽ ലോക്കൽ ബോഡി ഏതെന്നാണ് ചോദ്യം. ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ ഡി, പഞ്ചായത്ത്. കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. പരീക്ഷകൾക്ക് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നതും വളരെ പ്രാധാന്യമുള്ളതും ചിലപ്പോഴൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതുമായ ചില ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.